പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് നിങ്ങളെ ജയോത്സവമായി നടത്താൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നിങ്ങൾക്ക് ധാരാളമായിട്ടുള്ള അനുഗ്രഹങ്ങളെ പ്രദാനം ചെയ്യട്ടെ. ഈ പ്രഭാത സമയത്തിൽ ഇങ്ങനൊരു ദൈവിക കൂട്ടായ്മയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നൽകി തന്ന നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെയധികം ഭയത്തിലും വളരെയധികം ഭാരത്തിലും വളരെയധികം പ്രശ്നങ്ങളിലുമൊക്കെ ആയിരിക്കുന്ന ജനങ്ങളുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം നമ്മുടെ ഭയങ്ങളിൽ നിന്നും നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. വളരെയധികം കഷ്ടതയിലും വളരെയധികം പ്രയാസങ്ങളിലുമൊക്കെ മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ടവര് ഈ ദൈവിക സന്ദേശം കേൾക്കുന്നെങ്കിൽ, വളരെയധികം ഭയത്തോടെ ഇരിക്കുന്നവർ ഈ ദൈവിക സന്ദേശം കേൾക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് ഇന്നത്തെ ദൈവിക സന്ദേശം വളരെ അനുഗ്രഹമാണ്, വളരെ സന്തോഷമാണ്. നമ്മുടെ ദൈവം സമൃദ്ധി നൽകുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം കഷ്ടതയിലിരിക്കുന്നവർക്ക് സമൃദ്ധി നൽകുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം പ്രയാസത്തിലിരിക്കുന്നവർക്ക് സമൃദ്ധി നൽകുന്ന ദൈവം. ദൈവത്തിന്റെ വചനം പറയുന്നു, സങ്കീർത്തനം 66-ാം അധ്യായം 12-ാമത്തെ വാക്യം: നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തീയിലും വെള്ളത്തിൽ കൂടിയും കടക്കുമാറാക്കി, എങ്കിലും ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ദൈവമക്കളുടെ ജീവിതത്തിൽ സകല തീച്ചുളയുടെ അനുഭവങ്ങളും പലവിധമാകുന്ന തടസ്സങ്ങളും പലവിധമാകുന്ന പ്രശ്നങ്ങളുമൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ കേൾക്കുക, നിങ്ങൾക്ക് സമൃദ്ധി നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആരാധിക്കുന്ന, നിങ്ങൾ ആശ്രയിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ വിളിക്കുന്ന ദൈവം സമൃദ്ധി നൽകുന്ന ദൈവമാണ്. ഇതെത്ര വലിയ സന്തോഷമുള്ള കാര്യം. ഇന്നത്തെ ഈ നല്ല ദിവസത്തിൽ നിങ്ങൾക്ക് വലിയ ദൈവിക സമൃദ്ധി ഉണ്ടാകട്ടെ. നമുക്ക് ഈ വചനത്തിലൊന്ന് വിശ്വസിക്കാം. തീയിൽ കൂടിയും വെള്ളത്തിൽ കൂടെയും കടക്കേണ്ടി വന്നു, എങ്കിലും അത് നമുക്ക് പറയാം. ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ടായി, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായി, തീച്ചൂളയുടെ അനുഭവങ്ങൾ ഉണ്ടായി. അയ്യോ, ജീവിതം ഇപ്പോൾ തകർന്നു പോകുമോ എന്ന് ചിന്തിക്കുമാറ് പ്രശ്നങ്ങൾ കയറി വന്നു, എങ്കിലും ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു ഞങ്ങളുടെ ദൈവമെന്ന് പറയാം. നമ്മുടെ ദൈവത്തിൽ നമുക്കൊന്ന് ആശ്രയിക്കാം. നമ്മുടെ കർത്താവ് എന്നും നീ തീക്കകത്ത് തന്നെ കിടക്കണമെന്നും, എന്നും ഈ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളാൽ നീ പകരുമെന്നും എന്ന് പറയുന്ന വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ എന്നും ഇരിക്കണമെന്നും ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നു. സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകും. ദൈവപ്രവൃത്തി ഉണ്ട്. നമുക്ക് ഈ വചനത്തിലൊന്ന് നമ്മെ ഏൽപ്പിച്ചു. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ, എന്നും പ്രശ്നങ്ങളിൽ നിങ്ങൾ തകർന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. വലിയ വലിയ പ്രശ്നങ്ങൾ നിങ്ങളെ തകർക്കാൻ ദൈവം അനുവദിക്കുകയില്ല. ഇന്ന് വളരെ ഭാരത്തോടെ, വളരെ ഭയത്തോടെ, വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ, വളരെ ഭാരങ്ങളുടെ നടുവിൽ ദൈവിക സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഈ പകൽ, ഈ പ്രഭാതം നമുക്ക് ഉറപ്പിച്ചു പറയാം. കാര്യം ഇത് ദൈവത്തിന്റെ വാഗ്ദാനം, ദൈവവചനത്തിന്റെ വാഗ്ദാനം. തീയിൽ കൂടെയും വെള്ളത്തിൽ കൂടെയും കടക്കേണ്ടി വന്നാലും ഞങ്ങളെ സമൃദ്ധിയിലേക്ക് ദൈവം കൊണ്ടുവന്നിരിക്കും. ആ സങ്കീർത്തനക്കാരനോടുകൂടെ ചേർന്ന് നമുക്കും പറയാം, ഞങ്ങളെ സമൃദ്ധിയിലേക്ക് ദൈവം കൊണ്ടുവന്നു. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ സന്തോഷമുണ്ട്,
പ്രാർത്ഥിക്കുന്ന നമുക്കൊരു പ്രത്യാശയുണ്ട്. ദൈവം നമ്മളെ സമൃദ്ധിയിലേക്ക്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ തലമുറകളെ ഓർത്തുള്ള ഭാരമാണെങ്കിൽ, തലമുറകളുടെ പ്രശ്നമാണെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുന്നു അവരുടെ കഷ്ടതയിലും പ്രശ്നങ്ങളിലും ദൈവം സമൃദ്ധിയിലേക്ക് അവരെ കൊണ്ടുവന്ന് സമാധാന അന്തരീക്ഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് ഇടയാവും. വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാം ദൈവമേ, ദൈവിക സന്ദേശങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ച് സമാധാനത്തിലും സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്നൊരു ദൈവത്തിന് ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ തീയിൽ കൂടിയും വെള്ളത്തിൽ കൂടിയും കടക്കേണ്ടി വന്നു, എങ്കിലും ദൈവം ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ അങ്ങയുടെ വചനത്തിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവിക സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്ന് ഈ ദിവസങ്ങളിൽ തീയുടെ അനുഭവം, വെള്ളത്തിന്റെ അനുഭവം, ജീവിതത്തിൽ പ്രശ്നങ്ങളിട്ട് തകർക്കുന്ന എല്ലാ സാഹചര്യത്തിൽ നിന്നും വിടുവിക്കുന്ന ദൈവകരം നിന്റെ കുഞ്ഞുങ്ങൾക്കായി പ്രവർത്തിച്ചാൽ. തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു. തലമുറയായി ദൈവിക സമൃദ്ധി ഓരോ കുടുംബങ്ങളിലുണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അത്ഭുതമാകട്ടെ ഇന്നത്തെ ദിവസം. പ്രാർത്ഥന ഘട്ടത്തിനായി നന്ദി. യേശു രക്ഷിതാവിൻ നാമത്തിൽ തന്നെ ആമേൻ. മറക്കരുത്, തീയിൽ കൂടിയും വെള്ളത്തിൽ കൂടിയും കടക്കേണ്ടി വന്നാൽ ദൈവം സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന ദൈവമാണ്. ഇന്നത്തെ ദിവസം ഒരു അനുഗ്രഹമാകട്ടെ. ഈ വലിയ സമൃദ്ധി ഇന്നു പകലിലും ഈ പ്രഭാത സമയം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, കുടുംബത്തിലുണ്ടാകട്ടെ, തലമുറകളിലുണ്ടാകട്ടെ. ഗോഡ് ബ്ലസ് യു.